പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എഫീസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവൻ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളും. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന പ്രധാനപ്പെട്ടൊരു വിഷയം, തമ്മിൽ നാം ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. ആത്മാവ് നിറഞ്ഞവരായി. അപ്പം നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് വരുമ്പോഴേ അതിൻ്റെ താഴെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ. ആത്മാവ് നിറഞ്ഞവരായി. അടുത്ത പദം, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചു. അതായത് നമ്മൾ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ നമ്മുടെ സംസാര ശൈലികളിൽ ഈ സങ്കീർത്തനങ്ങളുണ്ടോ, അല്ലെങ്കിൽ സങ്കീർത്തനത്തിലുള്ള കാര്യങ്ങളുണ്ടോ? സങ്കീർത്തനങ്ങളാൽ, സ്തുതിഗീതങ്ങളാൽ, ആത്മീയ ഗീതങ്ങളാൽ, സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും പലപ്പോഴും നമ്മുടെ സംസാരങ്ങൾ എന്താണെന്ന് നമുക്ക് നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തി ശോധന ചെയ്യാൻ ഇടയാകണം. സ്തോത്രം. ഇവിടെ പറയുകയാണ്, ആത്മാവ് നിറഞ്ഞവരായി തമ്മിൽ സംസാരിക്കുമ്പോൾ സങ്കീർത്തനങ്ങളാൽ, സ്തുതികളാൽ, ആത്മീയ ഗീതങ്ങളാൽ. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ നിറവ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ മാത്രമേ, ആത്മാവ് നിറഞ്ഞവർക്ക് മാത്രമേ തമ്മിൽ സംസാരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റൂ. പരിശുദ്ധാത്മാവ് നിറഞ്ഞ സഹോദരിമാരെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എലിശബത്തും മറിയയും തമ്മിൽ സംസാരിക്കുമ്പോൾ, അവർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ, ഒരു കൂടിക്കാഴ്ച നടത്തുമ്പോൾ അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അവർ അധരങ്ങളെ തുറന്ന് പല കാര്യങ്ങൾ പ്രവചിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പല കാര്യങ്ങൾ, ആത്മീയമായ കാര്യങ്ങൾ സംസാരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ തമ്മിൽ സംസാരിക്കേണ്ട വിഷയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾക്ക് കാണുവാൻ കഴിഞ്ഞത്. അതായത് നമ്മൾ ഒരു കൂട്ടുവിശ്വാസിയോട് സംസാരിക്കുമ്പോൾ ആത്മീയ വർധന വരുത്തുന്ന കാര്യങ്ങൾ നമ്മൾ സംസാരിക്കണമെന്നാണ് നമുക്ക് ഈ അധ്യായത്തിൽ തന്നെ കാണുവാൻ കഴിയുന്നതിന് മുൻപുള്ള അധ്യായത്തിൽ, 4-ാമത്തെ അധ്യായത്തിലും അത് പറയുന്നുണ്ട്. നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ സംസാര രീതികൾ, നമ്മുടെ സംസാര ശൈലികളിലൊക്കെ ആത്മീയ കാര്യങ്ങളായിരിക്കണം. എൻ്റെ താഴോട്ടുള്ള വാക്യത്തിൽ, കർത്താവിന് ഹൃദയത്തിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും. അതായത് നമ്മുടെ ഹൃദയത്തിൽ പോലും നമ്മൾ പാടിക്കൊണ്ടിരിക്കണം, കർത്താവിനെ കീർത്തനം ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ വായുകളിലൂടെ മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിലും ദൈവത്തോടുള്ള ഒരു നന്ദി, ആത്മീയ കാഴ്ചപ്പാട്, അത് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ മാത്രമുള്ളതാകുന്ന ഒരു അനുഭവമാണ്. പൂർണ്ണ നിറവുള്ളവരായി, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവിടെ അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് അതിനു വേണ്ടി ഒന്ന് പ്രയത്നിക്കുവാൻ കഴിയണം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. സങ്കീർത്തനങ്ങളാൽ, സ്തുതികളാൽ, ആത്മീയ ഗീതങ്ങളാൽ ആത്മീയ വർധന വരുത്തുവാൻ നമ്മെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കുമാറാകട്ടെ.